ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നെന്താ ദിവസം പരിപാടി? ഓ അങ്ങനെയായിരുന്നോ? ഇന്ന് നമുക്കൊരു ഇത് നമുക്കൊരു ലസാനിയ ഉണ്ടാക്കിയാലോ? ലസാന എന്നൊക്കെ പറയും. നമ്മുടെ ഇറ്റാലിയൻ ഡിഷായിട്ടുള്ള ലസാനിയ. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ചാ ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 വീക്സ് മുന്നേ അവർ നല്ല ലസാനിയ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, കുറേ നാളായാലും ലസാനിയ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ എന്നാൽ പിന്നെ ലസാനിയ ഉണ്ടാക്കിയാലോ? ചിക്കൻ ലസാനിയ കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമ്മളിത് എന്താ ഉണ്ടാക്കുന്നത് ഇസു? ലസാനിയ. എന്താ ഇത്? എന്താ ഉണ്ടാക്കുന്നേ? ലസാനിയ അങ്ങനെ വന്നു. അങ്ങനെയാണ്. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ലസാനിയ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് മിൻസ്ഡ് ചിക്കൻ, പിന്നെ മൊസറല്ല ചീസ്, പിന്നെ ഡബിൾ ക്രീം, പിന്നെന്താ വേണ്ടേ? പാസ്ത സോസ്. നാട്ടിലിതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ അവിടെ ഇപ്പോൾ പറയുന്ന ലസാനിയ ഷീറ്റും അതുപോലെ മിൻസ്ഡ് ചിക്കനൊക്കെ ഇപ്പോൾ മിൻസ് ചെയ്ത് നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ പാസ്ത സോസൊക്കെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ലസാനിയ ഷീറ്റ്സ്. ഇതാണെങ്കിൽ ആക്ച്വലി വീറ്റിൻ്റെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വീറ്റിൻ്റെ ദുറും വീട്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വീറ്റിൻ്റെ ലസാനിയ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ ഇതുപോലെയുള്ള ടീം വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ് ഇത് അവരുടെ മോട്ടോ സ്കില്ലിലേക്ക് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ലിസണിങ് ആൻഡ് ഫോളോയിങ് ദ ഡയറക്ഷൻസ്. നമ്മൾ എന്താണോ പറയുന്നത് ആ ഡയറക്ഷനിലേക്ക് അത് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു തുടങ്ങും. ഇതുപോലെ ഇവിടെ ലൈക്ക് ദിസ്. ഉള്ളി തെളിച്ചത് കരഞ്ഞു പോയി. മിമി തടിച്ചു തരാടാ പൊന്ന. ഇങ്ങോട്ട് നോക്ക്. ഓണിയൻ നന്നായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്യുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഓണിയനും ഗാർലിക്കും നന്നായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇത് സോട്ടാവുന്ന ടൈമിൽ വേറൊരു പാൻ വെച്ചിട്ട് ഞാൻ ആക്ച്വലി കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് ബോയിൽഡ് വാട്ടർ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മുടെ ഈ ലസാനിയ ഷീറ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. നാളെ എനിക്ക് ഓഫീസിലും കൂടെ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഒരു 10 ഷീറ്റ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സോട്ടാവുന്ന ടൈമിൽ അത് ബോയിലാവട്ടെ. ഓണിയൻ ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി പൗഡർ, ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഞാൻ പിന്നെ ഇതിനകത്ത് വേറൊരു സൂത്രം കൂടെ ആഡ് ചെയ്യും കേട്ടോ, പെരി. ഇതൊരു നൈസ് ഫ്ലേവറാണ്. കുറച്ചൊരു ഇറ്റാലിയനും പിന്നെ നമ്മുടെ ഒരു ഏഷ്യൻ ടച്ചൊക്കെ വരുന്നൊരു മിക്സഡ് ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ആഡ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായിട്ടത് സോട്ട് ചെയ്ത് ആ മസാല ഒന്ന് ജസ്റ്റ് ഈ പാനിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോൾട്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ, കാരണം നമ്മൾ ചീസ് ബേക്ക് ചെയ്യാൻ നേരത്തെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മസാലയുടെ ആവശ്യത്തിന് ഉള്ള രീതിയിൽ ഒരു സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മുടെ മിൻസ്ഡ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക്. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സെയിം ടൈമിൽ തന്നെ ഷീറ്റ്സ് വേകാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം കുക്കാവുന്ന ടൈമിൽ അത് റെഡിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് നന്നായിട്ട് കുക്കായി. മിമി ഇതെന്ത് കഴിച്ചു? മിമിയാണോ? ജസ്റ്റ് കുക്കായി വരുമ്പോൾ നമ്മുടെ ലസാഗ്ന ഷീറ്റ് വേവിക്കുന്ന അതിൽ നിന്നുള്ള വാട്ടർ ഒരു 1.5 സ്പൂൺ. ലസാഗ്ന ഷീറ്റ് നന്നായിട്ട് കുക്കായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇതിടുക. ഒന്നുകിൽ ഐസ് വാട്ടറിൽ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലിടുക. അതെന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ, അത് പെട്ടെന്ന് നമുക്കിതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി വരുമ്പോൾ നമ്മുടെ പാസ്ത സോസ് അത് എത്ര വേണോ ഇടാൻ കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സും ഒറിഗാനോയും ഞാൻ രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇറ്റാലിയൻ ഹെർബ്സിനകത്ത് ഒറിഗാനോ ഉണ്ട്, എന്നാലും ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഇറ്റാലിയൻ സ്മെല്ലും ഒരു സ്പൈസസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. ഓക്കെ, ഇത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇത് ആക്ച്വലി നന്നായിട്ട് ജ്യൂസി ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴും നമ്മളിത് ബേക്ക് ചെയ്യുന്നുണ്ട്. ബേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ജ്യൂസിനെസ് ലാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ടൈം ഫോർ ബേക്കിംഗ് നൗ. നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സോസിൽ നന്നായിട്ട് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷീറ്റ്സ് ഇതിൻ്റെ മേലെ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചീസ്, അതിൻ്റെ മേലെ നന്നായിട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ ചെയ്ത് സെക്കൻഡ് ലെയറിലോ തേർഡ് ലെയറിലോ ഒക്കെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഒരുപാട് ഫാറ്റ് വേണ്ടാത്തതുകൊണ്ട് ടോപ്പ് ലെയറിൽ മാത്രമേ ചീസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ കുറച്ച് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മളിത് 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. ആക്ച്വലി ഇതൊരു 30-35 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ കുക്ക്ഡ് ഷീറ്റ്സ് ആയതുകൊണ്ട് ലെറ്റ്സ് ഒരു അത്ര ടൈം വേണ്ടി വരില്ല. ആക്ച്വലി ലസാഗ്നയുടെ ഷീറ്റ്സ് ബോയിൽ ചെയ്തത് കുറച്ചധികമായിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇവിടെ ഇസുനും ഐസുനും ഭയങ്കര ഇഷ്ടമാണ് സ്പഗറ്റി പോലെ. ഇതിപ്പോൾ വീട്ടാണല്ലോ അവർക്ക് കഴിക്കാം. അപ്പം ഞാൻ നാളെ ഇത് പാസ്ത പോലെ ആക്കി കൊടുക്കാം. പരീക്ഷണമാണ്, നോക്കാം നമുക്ക് വിജയിക്കുകയോ ഇല്ലേന്ന്. വിജയിക്കുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇതാകുമ്പോൾ അവർക്ക് എടുത്ത് കഴിക്കാനും പീസസായിട്ട് എടുത്ത് കഴിക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. നാളെ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചെങ്കിലും ഇന്നിപ്പോൾ ഫ്രഷോടെ അങ്ങ് കുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ എന്തായാലും. ഒരു പാനിൽ കുറച്ച് ബട്ടർ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഗാർലിക് ആഡ് ചെയ്ത് അതിനകത്തേക്ക് മിൽക്കും സോൾട്ടും ആഡ് ചെയ്ത് അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഒറിഗാനോ ആൻഡ് ഇറ്റാലിയൻ ഹെർബ്സും ആഡ് ചെയ്ത് കുറച്ച് ക്രീം ആഡ് ചെയ്ത് നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള ലസാഗ്നയുടെ ഷീറ്റ്സ് ചെറിയ പീസസ് ആക്കിയത് ആഡ് ചെയ്ത് കുറച്ച് മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്തപ്പോൾ സംഗതി റെഡി. അയ്യോ, അടിപൊളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. Yep. Wow. The second one.
പിന്നെ സീരിയസ്ലി കുക്ക്ഡായോ? പെർഫെക്റ്റ്ലി കുക്ക്ഡാണോ? ഓ ചീസ് ഭയങ്കര ഇത് കണ്ടോ, ചീസ് നല്ല മൊസറല്ല ചീസ്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫാറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഒരു ലെയറിലേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയായിട്ടുള്ള ലെയറിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ചീസി ആയിട്ട് ഇങ്ങനെ. ഇഷ്ടപ്പെട്ടോ? Is this yum? Yum ആണോ പൊന്ന? Yum yum. ഐശു പാസ്ത. ഐശു your favorite pasta ഐശു. കഴിച്ചു നോക്ക്. ഞം 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 കഴിച്ചതാണ്. Yes yes. ഞം 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 കഴിക്ക്. ഇസുനും ഐസുനും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദേ വർ ആസ്കിംഗ് ഫോർ ദ സെക്കൻഡ് ടൈം ഓൾസോ. ട്രൈ ചെയ്തോ കേട്ടോ ഞാൻ. ഭയങ്കര ജ്യൂസി, നല്ല ജ്യൂസിയും അടിപൊളി, സൂപ്പർ. മസ്റ്റ് ട്രൈ ആട്ടോ. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ശരി കേട്ടോ പുള്ളി പറഞ്ഞത്, നമ്മുടെ പറഞ്ഞത്. ഇത് ഫാനായി പോകും കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും. ഞാൻ കുറേ നാളായി ആക്ച്വലി ഇത് ഉണ്ടാക്കിയിട്ട്. ഇവിടെ എനിക്കൊന്നും ഞങ്ങളില്ല ഇവിടെ ലണ്ടനിലേക്ക് വന്ന ശേഷം ഞങ്ങളത് ഉണ്ടാക്കിയിട്ടില്ല. ദുബായിലുള്ളപ്പോൾ ഞാനൊരു തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.